എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് സ്നേഹ. ഞാൻ STPA ITയിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥിനിയാണ്. ഞാനും എന്റെ നാടും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രാദേശിക ബ്ലോഗാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനായി ഞാൻ തിരഞ്ഞെടുത്തത് എന്റെ നാടായ അരൂരാണ്. അരൂർ എന്ന പേരിന് പിന്നിൽ അരയരുടെ ഊര്, അതായത് മത്സ്യത്തൊഴിലാളികളുടെ പ്രദേശം എന്നായിരുന്നു അരൂർ അറിയപ്പെടുന്നത്. അതായത് വാലറ്റ വലകൾ ഉപയോഗിച്ച് മീൻ പിടിച്ചിരുന്ന അരയന്മാരായിരുന്നു ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് മുറുജപത്തിന് പോയിരുന്ന ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വിശ്രമകേന്ദ്രമായി ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അരൂരിലെ പ്രശസ്തമായ സെന്റ് അഗസ്റ്റിൻ ചർച്ചിന്റെ മുമ്പിലാണ്. 1873 സ്ഥാപിതമായ ഈ പള്ളി അരൂരിലെ ഏറ്റവും പഴക്കമുള്ള ദേവാലയങ്ങളിൽ ഒന്നാണ്. ആദ്യം ചെറിയൊരു കപ്പേളയായി തുടങ്ങിയ ഈ പള്ളി പിന്നീട് വലിയ ദേവാലയമായി വളർന്നു. ഇന്ന് അരൂരിലെ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രധാന കേന്ദ്രമായി ഈ പള്ളി അറിയപ്പെടുന്നു. ഇത് സെന്റ് അഗസ്റ്റിൻ LP സ്കൂൾ അരൂർ. 1908 ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് 100 വർഷത്തിലേറെ പഴക്കമുള്ള അരൂരിലെ പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രമാണ്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് വില്യമംഗലം സ്വാമിയാർ യാത്രക്കിടയിൽ ഇവിടെയുള്ള ഒരു ചൂതമരത്തിൻ്റെ ചുവട്ടിൽ ദേവി സാന്നിധ്യം ദർശിക്കുകയും തുടർന്ന് വിഗ്രഹം പ്രതിഷ്ഠിക്കുകയുമാണ് ഉണ്ടായത്. ചരിത്രത്തിൽ ഡച്ചുകാരുടെ ആക്രമണത്തിന് എതിരായ ഈ ക്ഷേത്രം തകർക്കപ്പെട്ടിരുന്നു. പഴയ തകർന്ന വിഗ്രഹം ഇപ്പോഴും ക്ഷേത്രക്കുളത്തിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തകർന്നു കിടക്കുന്ന ക്ഷേത്രം പിന്നീട് പുനരുദ്ധീകരിച്ച് ഇന്നത്തെ രീതിയിൽ പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ്. ദേവിക്ക് ഇളനീർ എടുക്കാൻ പോയ കൈമൾ താൻ മടങ്ങി വരുന്നതുവരെ അവിടെ തന്നെ കാത്തിരിക്കാൻ ദേവിയോട് ആവശ്യപ്പെട്ടു. ദേവി അവിടെ തന്നെ സ്ഥിരമായി കുടികൊള്ളാൻ വേണ്ടി അദ്ദേഹം പിന്നീട് ഒരു പനയിൽ കെട്ടിത്തൂങ്ങി ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. ഈ ചൈതന്യത്തെ അറുകൊല്ലി അമ്മാവൻ എന്ന പേരിൽ ഇവിടെ ആരാധിക്കുന്നു. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് പ്രശസ്തമായ വട്ടക്കേരി ക്ഷേത്രത്തിലാണ്. പഴമയും വിശ്വാസവും നിറഞ്ഞ ഈ ക്ഷേത്രം നാട്ടുകാരുടെ ആത്മീയ കേന്ദ്രമായി അറിയപ്പെടുന്നു. ശാന്തമായ അന്തരീക്ഷവും പരമ്പരാഗത കേരള ശൈലിയുമുള്ള നിർമ്മിതിയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. വർഷം മുഴുവൻ നിരവധി പൂജകളും ഉത്സവങ്ങളും ഇവിടെ നടക്കുന്നു. ഉത്സവ സമയത്ത് ക്ഷേത്രവും പരിസരവും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അരൂരിൻ്റെ പാരമ്പര്യവും വിശ്വാസവും ഒരുമിച്ച് അനുഭവിക്കാനുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് വട്ടക്കേരി ക്ഷേത്രം. ഇപ്പോൾ നാം കാണുന്നത് തുറവൂർ ആകാശപാത, തുറവൂർ അരൂർ ആകാശപാത. അരൂർ മുതൽ തുറവൂർ തെക്ക് വരെയുള്ള ഭാഗത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി നിർമ്മിക്കുന്ന പ്രധാന പാതയാണിത്. 12.75 കിലോമീറ്റർ നീളമുള്ള ഈ പാതയ്ക്ക് 26 മീറ്റർ വീതി ഉണ്ടാകും. ഇത് പൂർണ്ണമായും 6-വരി പാതയാണ്. ഇത് പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സിംഗിൾ പില്ലർ ആകാശപാതയായി മാറും. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് കുമ്പളം പാലത്തേക്കാണ്. കൊച്ചിയെയും ആലപ്പുഴയും ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലങ്ങളിലൊന്നാണിത്. പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള കായലിൻ്റെ മനോഹര കാഴ്ചകൾ കാണാൻ കഴിയും. പഴയ കാലത്ത് വള്ളയാത്രയ്ക്ക് ആശ്രയിച്ചിരുന്ന ഈ പ്രദേശം ഇന്ന് ആധുനിക ഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ്. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലം യാത്രക്കാരുടെ സമയം ലഭിക്കാനും സഹായിക്കുന്നു. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ സമയത്തെ കാഴ്ചകൾ ഇവിടെ കൂടുതൽ മനോഹരമാക്കുന്നു. ഇതാണ് നമ്മുടെ ഇടക്കൊച്ചി പാലം. ഇടക്കൊച്ചി പാലം കൊച്ചി നഗരത്തെയും അരൂർ ഭാഗത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലങ്ങളിലൊന്നാണ്. ദേശീയപാത 66ന്റെ ഭാഗമായ ഈ പാലം ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. പഴയ കാലത്ത് ഈ ഭാഗങ്ങളിൽ ആളുകൾ വള്ളങ്ങളെയും കടത്തുവള്ളങ്ങളെയും ആശ്രയിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. കൊച്ചിയിലേക്കുള്ള വാഹന ഗതാഗതം കൂടിയതോടെ ഈ ഭാഗത്ത് ഒരു ശക്തമായ പാലത്തിന്റെ ആവശ്യകത ഉയർന്നു. തുടർന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇടക്കൊച്ചി പാലം നിർമ്മിക്കപ്പെട്ടു. പാലം വന്നതോടെ കൊച്ചിയിലേക്കും ആലപ്പുഴ ഭാഗത്തേക്കും യാത്ര കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും സാധ്യമായി. ഇന്നത്തെ അരൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കായലുകളും പാലങ്ങളും
ചരിത്രവും ചേർന്ന ഈ നാട് ശരിക്കും മനസ്സിന് ഒരു പ്രത്യേക അനുഭവമാണ് നൽകുന്നത്.